റോഡിൽ നമ്മൾ ഈ മന്ത് മുതൽ ആക്ച്വലി നമ്മൾ ഇൻഷുറൻസിന് ലൈക്ക് PPF നമ്മൾ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ PPF ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഇൻഷുറൻസ് കാറിന്റെ ഒരു ഇൻഷുറൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ഇൻ കേസ് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സ്പോട്ട് ഫോട്ടോ കസ്റ്റമർ പ്രൂഫ് ആയിട്ട് തരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ ആ ഇൻഷുറൻസിൽ നമ്മൾ ആ PPF നമ്മൾ ഫ്രീ കോസ്റ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇനി മുതൽ ഓൺ റോഡിൽ PPF എന്ന എല്ലാ കസ്റ്റമേഴ്സിനും അത് ഇൻഷുറൻസിൽ കവർഡ് ആണ്. PPF ഡാമേജ് വന്നാൽ അവർ അതിന് എക്സ്പെൻസ് ഒരു രൂപ പോലും എക്സ്പെൻസ് കൂടെ ഒരു ഹിഡൻ ചാർജ് ഒന്നും വരുന്നില്ല. അവർക്ക് ആ ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ നമുക്ക് ആ PPF റീഅപ്ലൈ ചെയ്ത് നമ്മൾ കൊടുക്കും. അതെ അതെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അല്ല എന്താ പറയാ ബോറഫീൽ തന്നെ സെൽഫ് ഹീൽ പ്രോസസ്സിലൂടെ എത്തിയിട്ടുണ്ട്. നമ്മളാണ് അത് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഇപ്പൊ ബോറഫീൽ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യം കൊണ്ടുപോകുന്നത് നമ്മളാണ്. ഫസ്റ്റ് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ജോസഫ് അന്നൻകുട്ടിയുടെ സാറിന്റെ വണ്ടിയിലാണ് ആദ്യമായിട്ട് ബോറഫിൻ സെൽഫിയിൽ ചെയ്ത് നമ്മൾ ലോഞ്ച് ചെയ്തത്. അപ്പൊ ഇത് ആളുകളിലേക്ക് എത്താൻ വേണ്ടിട്ട്, കാരണം എപ്പോഴും സെറാമിക് കോട്ടിങ്ങിലൂടെ നിൽക്കുന്ന ആളുകളുണ്ട്. സോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഈ ഒരു ചോദിച്ചിട്ടുണ്ടായിരിക്കും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണോ, ഈ വ്യത്യാസം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം ആ പേടിയിൽ ആളുകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ടോ അതോ പൊതുവെ ഇപ്പൊ സെറാമിക് വളരെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ചിലവർ സെറാമിക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഈ പറഞ്ഞ മാർക്കറ്റ് ഭയങ്കര വലുതായതുകൊണ്ടും ഒരുപാട് ലൈക്ക് പ്രൊഡക്റ്റിലെ ആക്സസ് കസ്റ്റമേഴ്സിന് ഉള്ളതുകൊണ്ട് അവർക്ക് അറിയാം സെറാമിക് കഴിഞ്ഞു, പിന്നെ ഗ്രഫീൻ വന്നു, ഗ്രഫീന് ശേഷം എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ ബോറോഫീൻ ആണ് കറന്റ് അഡ്വാൻസ് കോട്ടിംഗ് എന്നൊക്കെ ഓൾറെഡി കസ്റ്റമേഴ്സിന് അറിയാം.